നമ്മൾ ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇദ്ദേഹം, ഈ സലഫിക്കാരനുണ്ടല്ലോ, ഇദ്ദേഹം വാ തുറന്നാൽ ഏത് നന്മയുണ്ടെങ്കിലും അത് മുടക്കാൻ ഇദ്ദേഹം മുന്നിൽ തന്നെ ഉണ്ട്. നിങ്ങളുടെ മുമ്പിലേക്ക് ഞാനത് തെളിയിച്ചു തന്നതാണ്. ഈ കഴിഞ്ഞ മുഹറം 10 ആശൂറായിന്റെ സമയം ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്ന് പറയുന്ന ദിക്ർ 70 തവണ ചൊല്ലിയാൽ ആ വർഷം നിങ്ങൾ മരണപ്പെടൂല എന്ന് പറഞ്ഞത് ഈ ഓൺലൈനിൽ വന്ന ഉസ്താദുമാരല്ല. കീശ നിറക്കാനും പള്ളം നിറക്കാനും എന്നൊക്കെ നിങ്ങൾ പറയുന്ന ഒരു സംസ്കാരമില്ലാത്ത വാക്കുകളും പ്രയോഗങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങളൊക്കെ എന്തുമാത്രം പഠിക്കാനുണ്ട്. കണ്ടാലും കണ്ടില്ലെന്ന് നടിച്ച് ഒരുപാട് ആളുകളെ തിന്മയുടെ വഴിയിലേക്ക് പറഞ്ഞുവിടാൻ നിങ്ങൾ എത്ര മുന്നിലാണ്. നിങ്ങളുടെയൊക്കെ അവസ്ഥ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കണമല്ലോ. ഇവരുടെയൊക്കെ ശബ്ദം കേട്ടിരിക്കുന്ന അണികളോട് ഞാൻ പറയുകയാണ്, ഒന്ന് അല്പനേരം ഒന്ന് മാറി ചിന്തിക്കണ്ടേ സഹോദരങ്ങളെ. ഈ സലഫി ഈ വിഷയത്തിനെ കുറിച്ച് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്ക്. പലരുടെയും വാട്സപ്പിലൊക്കെ വന്ന മെസ്സേജുകൾ എന്താ, ഇതാ ഈ ദിക്ർ ചൊല്ലിക്കോ. ഏതാ ദിക്ർ? ഹസ്ബി അല്ലാഹ് വ നിഅമൽ വക്കീൽ വ നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഈ ദിക്ർ 70 തവണ ചൊല്ലിയാൽ ആക്സിഡന്റിൽ മരിക്കൂല, അയാൾക്ക് വലിയ ദുർഗുണമായ മരണങ്ങൾ അയാളെ ബാധിക്കൂല എന്ന് പറഞ്ഞ് 70 പ്രാവശ്യം ചൊല്ലാൻ വേണ്ടി കൽപ്പിക്കുന്നു. പുണ്യമാക്കപ്പെട്ട ഷറഫാക്കപ്പെട്ട ഹദീസ് വായിച്ചാൽ ഒരൊറ്റ ഹദീസിലും സ്ഥിരപ്പെട്ട് അങ്ങനെ ഒരു സംഭവം വന്നിട്ടില്ല. ഇതൊക്കെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. ഇതിങ്ങനെ എണ്ണം പിടിച്ച് ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാ, നമ്മൾ ഉണ്ടാക്കേണ്ടതല്ല. അത് തന്നെ ചങ്ങാതി ഞങ്ങൾക്കും പറയാനുള്ള. ദീൻ എന്ന് പറഞ്ഞാൽ പഠിപ്പിച്ചു കഴിഞ്ഞതാ. അള്ളാന്റെ റസൂലിന്റെ സ്വഹീഹായ ഹദീസിൽ വന്ന സംഭവമാണെന്ന് ഞങ്ങളാരും ഇവിടെ പറഞ്ഞിട്ടില്ല. എന്നാൽ ഒരുപറ്റം ആളുകൾ ഇതൊക്കെ കേട്ടിട്ടിരുന്ന് എണ്ണം പിടിച്ച് ചൊല്ലുന്നുണ്ടെന്ന് ഇദ്ദേഹം പറഞ്ഞല്ലോ. ചൊല്ലും വഹാബികളെ, ഇനിയും ചൊല്ലും. നിങ്ങൾ എത്ര കിടന്ന് നിലവിളിച്ചാലും ആളുകൾ ചൊല്ലേണ്ടവരൊക്കെ ചൊല്ലും. കാര്യം ഞങ്ങൾക്ക് അള്ളാഹുവിനെ വേണം, അള്ളാന്റെ റസൂലിനെ വേണം, മറ്റ് അമ്പിയാക്കളെ വേണം, ഔലിയാക്കളെ വേണം, ഉലമാക്കളെ വേണം, സൂഫിയാക്കളെ ഒക്കെ വേണം. നിങ്ങൾക്കല്ലേ കേവലം നിങ്ങളുടെ സാഹചര്യങ്ങൾക്കൊത്ത് അവരെ ഇവരെയൊക്കെ മാറ്റി നിർത്തി പാളക്കിതാബെന്ന് വരെ പ്രയോഗം നടത്തിയ ആളുകളല്ലേ നിങ്ങൾ. നിങ്ങൾക്ക് എന്ത് മഹാന്മാര്. ഇതിൻ്റെയൊക്കെ വസ്തുത എന്താ? സാധാരണക്കാർ പഠിക്കണം. ഇദ്ദേഹം പറഞ്ഞല്ലോ വാട്സപ്പ് ഗ്രൂപ്പിൽ വന്നിട്ട് ആക്സിഡന്റ് മരണം ഉണ്ടാവത്തില്ല ഇത് 70 തവണ ചൊല്ലിയാൽ. അങ്ങനെയൊക്കെ ആരെങ്കിലും ഒക്കെ എഴുതി വിട്ടതായിരിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതിന്റെ വസ്തുതാപരമായ കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എടുത്തു കാണിക്കുകയാണ്. ഗൗസല്ലാ എന്ന് പറയുന്ന സൂഫി പണ്ഡിതൻ അവിടുത്തെ ജവാഹിർ എന്ന് പറയുന്ന രത്നങ്ങൾ എന്നർത്ഥം വരുന്ന വിശാലമാകുന്ന ഒരു ഗ്രന്ഥത്തിന്റെ ഒരു ഭാഗത്ത് ചർച്ച ചെയ്യുന്ന വിഷയമാണ്. ഇവിടെ കാണാമല്ലോ, അന്നമൻ ഖാല ഫീ യൗമി ആശൂറായി 70 മറ, 70 തവണ ആശൂറ മുഹറം 10 അന്ന് നിങ്ങൾ ചൊല്ലിയാൽ എന്ത്? ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ നിഅമൽ മൗലാ വ നിഅമൻ നസീർ എന്നത് ചൊല്ലണം. മാത്രമല്ല 7 മറ 7 തവണ ദുആയും ചെയ്യണം. ദുആ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം സല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ അലാ ആലിഹി വ സ്വഹ്ബിഹി വസല്ലം എന്ന് തുടങ്ങുന്ന ഈ ദുആ ഇല്ലേ, ഈ ദുആയും കൂടി നിങ്ങൾ ചൊല്ലിയാൽ ഒരു വർഷം മരണപ്പെടൂല. അതുപോലെ തന്നെ അവിടെ പറയുന്നുണ്ടല്ലോ, ആയുസ് അവസാനിക്കാനായവർക്ക് ഇത് ചൊല്ലാനുള്ള തൗഫീഖ് ഉണ്ടാവൂല. ഇത് മഹത്തുക്കൾ പറഞ്ഞു വെച്ചതാ, മുൻഗാമികൾ പറഞ്ഞതാ. ഇദ്ദേഹം ഇവിടെ പറഞ്ഞില്ലേ ഇത് സ്വഹീഹായ ഹദീസിലൊന്നും ഇല്ലല്ലോ എന്ന്. എൻ്റെ പൊന്ന് ചങ്ങാതി, നിങ്ങളൊക്കെ ഒന്ന് പഠിച്ചു വെക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്ര സ്വഹീഹായ ഹദീസ് ഞാനും നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മളുടെ മുമ്പിലേക്ക് എത്ര സ്വഹീഹായ ഹദീസുകളെ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ തുച്ഛമായ ഹദീസുകൾ മാത്രം. മറ്റ് എത്രയോ സ്വഹീഹായ ഹദീസുകൾ ഔലിയാക്കളിലേക്ക്, സൂഫി പണ്ഡിതന്മാരിലേക്കൊക്കെ അള്ളാന്റെ റസൂൽ സ്വപ്നത്തിലൂടെ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരുപക്ഷെ നാം ഇവിടെ കാണുന്ന ജവാഹിർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ മുസന്നിഫാകുന്ന സൂഫി പണ്ഡിതന്റെ സ്വപ്നത്തിലേക്ക് അള്ളാന്റെ റസൂൽ ഇത് കാണിച്ചു കൊടുത്തതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിലോ നമ്മൾക്കിതൊക്കെ തള്ളാൻ പറ്റുമോ? ഇതൊക്കെ അതാ ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വിശ്വാസികൾക്ക് പറഞ്ഞിട്ടുള്ളതാണ്. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കേവലം 70 തവണ ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ എന്ന് പറയുന്ന ഇത് ചൊല്ലിയത് കൊണ്ട് നമ്മൾ നരകത്തിൽ പോവുക. നമ്മൾക്ക് അല്ലാഹു തആല തിന്മയുടെ ഭാഗത്തായിരിക്കും എഴുതി വെക്കുന്നത്. തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് എഴുതി വെക്കുമോ? ഇതൊന്നും ഇല്ലല്ലോ, നന്മകളുടെ ഭാഗത്ത് തന്നെയല്ല. അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും തെറ്റിദ്ധരിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ആ വസ്തുത അറിയാത്തതാണെന്നും അദ്ദേഹം വെറുതെ കിടന്ന് ബഡായി ഈ സമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയുകയാണെന്ന് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനിയും വരും വർഷങ്ങളിൽ നമുക്ക് ചൊല്ലാൻ സമയം കണ്ടെത്തണം. അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം.